ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കടക്കണമെങ്കിൽ കുറെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകേണ്ടി വരും. ഇങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് പ്രേക്ഷകരൊന്നുമല്ല, കഴിഞ്ഞ സീസണിൽ 100 ദിവസം തികച്ചു നിന്ന് കപ്പും വാങ്ങിച്ച് ജനപ്രീതി നേടിയ ശ്രീ അഖിൽ മാരാറാണ്. ഇങ്ങനെ ഒരു ഷോയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ വ്യക്തമായും കൃത്യമായും, അതായത് ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള ഒരു തെളിവുണ്ടായിരിക്കണം, ഒരു കാമ്പുണ്ടായിരിക്കണം. അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം, അങ്ങനെ ഒരു തെളിവില്ലെങ്കിൽ ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്നല്ല പറയുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഒരു ആരോപണം വിരൽ ചൂണ്ടുന്നത് സീസൺ 1 മുതൽ 6 വരെ ആ ഷോയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളായ കോണ്ടസ്റ്റൻസിന് നേരെ ആയിരിക്കും. കാരണം അവരെല്ലാം ഇത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുമോ? അവർക്ക് നേരെയൊക്കെ ഒരു ചോദ്യചിഹ്നമായിരിക്കും പ്രേക്ഷകരുടെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. തെറ്റ് ചെയ്യാത്ത ആളുകൾ അവരറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതിനെ ആളുകൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് 1-2 വ്യക്തികൾ, പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നു അദ്ദേഹം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമല്ല. ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു നടപടി പെൺകുട്ടികൾക്ക് നേരെ എടുത്ത 1-2 വ്യക്തികളുണ്ടല്ലോ, അവരുടെ പേരും വിവരവും എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? എന്തിനാണ് അവരെ ഭയക്കുന്നത്? ഏഷ്യാനെറ്റ് എന്നൊരു ചാനലിന്റെ പേര് അദ്ദേഹം ധൈര്യത്തോടെ പറയുന്നുണ്ട്. ചാനൽ നേരെയല്ല ഞാൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലെ സാധാരണക്കാരായിരിക്കുന്ന പ്രേക്ഷകർക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്ന 10-17 ആളുകൾ, അതിപ്പോൾ 20 ആയിക്കോട്ടെ, എത്രയാണെങ്കിലും അവരുടെ മുഴുവൻ ഉത്തരവാദിത്വം ഈ ഏഷ്യാനെറ്റാണ് എടുക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. എൻഡമോൾ ഷൈൻ എന്നൊരു ഗ്രൂപ്പോ ബാനർജി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ ഒന്നും അറിയാത്ത എത്ര ആളുകളുണ്ട്. അവരും മനുഷ്യന്മാരല്ലേ? അവരും സംസാരിക്കുന്നത് ഈ ടോപ്പിക്കുകളെ കുറിച്ചായിരിക്കില്ലേ? പല രീതിയിലേക്ക് ഇത് പോകില്ലേ? അവിടെ നിൽക്കുന്നതും അവിടെ നിന്നതുമായ പെൺകുട്ടികൾക്ക് നേരെയൊക്കെ ഇത് വിരൽ ചൂണ്ടില്ലേ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാതിരിക്കണമെങ്കിൽ ഈ തെറ്റ് ചെയ്ത വ്യക്തികളുടെ പേരും വിവരവും കൂടി പറയണമായിരുന്നു. അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഈ ആരോപണം പുറത്തേക്ക് വിട്ടത്? ഇങ്ങനൊരു നടപടി തെറ്റാണ്. നമ്മൾക്കൊക്കെ അറിയാം, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ജോലി സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. നമ്മളൊക്കെ കേട്ട് വരുന്നതാ. ഇങ്ങനൊരു നടപടി നിർത്താനാണോ? ആണെങ്കിൽ എന്തുകൊണ്ട് ഈ തെറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് പറയുന്നില്ല? ആ തെറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് പറഞ്ഞാലല്ലേ നമുക്കിത് വേരോടെ പുറത്തു കളയാൻ പറ്റും. അതായത് ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന്റെ റൂട്ടോടെ പുറത്തു കളയാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ബാനർജി ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ അല്ല ഈ തെറ്റ് ചെയ്യുന്നതെന്ന്. പിന്നെ ആരാ? ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന അധികം ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും ഇല്ലാത്ത ക്രൂവിനെതിരെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭയക്കുന്നത് എന്തിനാ? അവരുടെ പേര് പറഞ്ഞൂടെ? അതൊരു തെറ്റല്ലേ? സ്ത്രീകളെ മിസ്യൂസ് ചെയ്തിട്ട് 100 ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റുക, അവർ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ കാണാതെ വല്ലാത്തൊരു ട്രോമയിലൂടെയും പല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നത്. അപ്പൊ ഇതും സഹിക്കണം അതും സഹിക്കണം. അതൊരു തെറ്റല്ലേ? അപ്പൊ ആ തെറ്റ് ചെയ്ത ആളുകളുടെ പേര് പറയണ്ടേ? അദ്ദേഹം പേര് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്ത ആളുകളുടെ അല്ല, ഈ തെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന 2-3 പേർ, എനിക്ക് തോന്നുന്നു റുബീന എന്നൊക്കെയാണെന്ന് തോന്നുന്നു പേര് പറഞ്ഞു, അവരൊക്കെ പുറത്തു പോയി എന്ന് പറഞ്ഞു. അവരുടെ പേര് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അവരുടെ പേരെന്തിനാണ് പറയുന്നത്? ഈ തെറ്റ് ചെയ്തവരുടെ പേരല്ലേ പറയേണ്ടത്? അതല്ലാത്ത പക്ഷം ഈ ഒരു ആരോപണം വിരൽ ചൂണ്ടുന്നത് തെറ്റ് ചെയ്യാത്ത, ബിഗ് ബോസിന് ഉള്ളിൽ നിന്നതും ഇപ്പോൾ നിൽക്കുന്നതുമായ ഒരുപാട് പെൺകുട്ടികൾക്ക് നേരെയല്ലേ? അത് ഒരു ശരിയാണോ? എനിക്ക് തോന്നുന്നു സീസൺ 1 മുതൽ സീസൺ 6 വരെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് മിക്ക പെൺകുട്ടികളും ഫാമിലിയുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആണ്. അത് പേളിമണി ആണെങ്കിലും രഞ്ജിനി ഹർദാസ് ആണെങ്കിലും എല്ലാവരുടെയും പേര് പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തതുകൊണ്ടാണ് പറയാത്തത്. എല്ലാവരും ഫാമിലിയുമായിട്ട്, അമ്മമാരുമായിട്ടൊക്കെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഫാമിലിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ ഇതൊന്നും ഫേസ് ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെ ആയിരിക്കും ചോദ്യം. അങ്ങനെയല്ലല്ലോ ഈ ആരോപണത്തിന്റെ പോക്ക്. അങ്ങനെ ചെയ്താലേ, ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് റെഡി ആയാലേ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടത്തൂ. അപ്പൊ കടന്ന ആളുകൾ അവരെന്തിനാ ഇതൊക്കെ ഫേസ് ചെയ്യുന്നത്?